ദൈവസ്നേഹത്തിൻ്റെ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഏക്കത്തില്ല. കാര്യം ഏക്കാത്തതിൻ്റെ കാര്യം ദൈവം മനുഷ്യനല്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിന് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏക്കാത്തതിൻ്റെ കാരണം ദൈവത്തിന് എപ്പോഴും ഉള്ള പ്രശ്നം അതിൻ്റെ പ്രൂഫ് വേണമെന്ന് പറയും. നമുക്ക് ഞാൻ PhD ആണെന്നൊരു കാര്യമില്ല. ദൈവം പറയും ആദ്യം ചോദിക്കും ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എടുത്തതെന്ന് ചോദിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സർട്ടിഫിക്കറ്റ് ചോദിക്കണത്. അപ്പം നമ്മൾ ദൈവത്തിന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ കാപഠ്യമില്ലെന്നാണ്. കാരണം ഈ സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. കാര്യം ഭയം വരണത് എങ്ങനെയാണ്? സ്നേഹം സത്യസന്ധമല്ലാത്തത് കൊണ്ടാണ് എൻ്റെ അത് ഭയം കയറി വരണത്. ഒക്കത്തില്ലേ? വിശ്വസിക്കുക, ദൈവം ഏറ്റെടുക്കുക, അവിടെയെല്ലാം നമുക്കൊരു കറകളഞ്ഞ സ്നേഹമാണെങ്കിൽ അതിനകത്ത് ഭയത്തിന് സ്ഥാനമില്ല. അപ്പോൾ ഭയത്തിൻ്റെ അംശം സ്നേഹത്തിലുണ്ടോ? ഇപ്പോൾ അതൊക്കെ ജപ്തി നടപടിയാണ്. അപ്പോൾ നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷെ നിനക്ക് ഭയമുണ്ട്. ബാങ്കുകാരൻ പണി തരുമോ? ദാറ്റ് മീൻസ് അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഇപ്പം ചില ആൾക്കാർക്ക് കിണ്ണം കഴിച്ചിട്ട് ഇവിടെ എന്താണ്, ഒരു ദിവസം ഉണ്ടല്ലോ ഒരു സാക്ഷ്യം ഉണ്ടായി, ഭയങ്കര രസമായി. ആങ്ങളെ വണ്ടി ഇടിച്ച്, ഞാൻ എപ്പോഴും ഓർക്കുന്ന സാക്ഷ്യം. കൂട്ടുകാരത്തി വിളിച്ചു പറഞ്ഞ് ഇടി അറിഞ്ഞടി. അപ്പോഴേ ഇവളുടെ സംസാരം കേട്ടപ്പോൾ എന്ത് എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പിന്നീട് അവളുടെ കൂട്ടുകാരത്തി ഇവളുടെ ആങ്ങളെ വണ്ടി ഇടിച്ച കാര്യം അറിഞ്ഞു. ഇവർക്ക് പാസ് ചെയ്യുകയും, പക്ഷെ ഇവളെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പതുക്കെ പറയും നിൻ്റെ ബ്രദറ് ഹോസ്പിറ്റലാണെന്ന് പറയും. എന്താ കാര്യം? അത് ബ്രദറിനെ വണ്ടി ഇടിച്ചെന്ന്. അത് കുഴപ്പമില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. ഇത് തന്നെ കണ്ട കറസ്പോണ്ടിങ് കണ്ട, പെട്ടെന്ന് ഭയമില്ല. എൻ്റെ അടുത്ത് വണ്ടി ഇടിച്ചതാണ്. ആ വണ്ടി കണ്ടാൽ, ഇടിച്ച വണ്ടി കിടപ്പുണ്ടവിടെ, അത് കണ്ടാൽ അത് യാത്ര ചെയ്ത ആളിൻ്റെ അടുത്ത് ഇല്ലെന്ന് ഉറപ്പാണ്. പക്ഷേ ഇവളെടുത്ത വായിക്കും പറയണത് എന്താണ്? സാരമില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. ചില ആൾക്കാർ, ഇത് ഒന്നല്ല പല സാക്ഷ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ, അവരുടെ ഉറപ്പാണ് എന്താണ്? ആങ്ങളെ വെള്ളടിയും മറ്റു കലാപരിപാടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുതരം ഉഴപ്പ് ജീവിതമാണ്. അതിന് വേണ്ടിയാണ്, അത് മാറാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് ഇവൾ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോഴാണ് ഈ വണ്ടി ഇടിച്ചിരിക്കണത്. അപ്പോഴേ ഫസ്റ്റ് റെസ്പോണ്ടൻ്റ് അത് കുഴപ്പമില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മാതാവ് ആ വിഷയത്തിൻ്റെ മേൽ തീരുമാനം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇവർ അത്രയും ദൈവസ്നേഹത്തോടെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഉടമ്പടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളവടി മാറാൻ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് അവസാനം ഇപ്പോൾ എന്നേക്കുമായിട്ട് അരി എത്തുന്ന പരിപാടിയാണ് വരണത്. പക്ഷേ ഇവർക്ക് കുലുക്കില്ല. വെള്ളവടി മാറാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്, പക്ഷെ അനുഭവം എന്താണ്? എന്നേക്കും അരി എത്തണ അനുഭവങ്ങളാണ് വരണത്. പക്ഷേ ഇവർക്ക് കുലുക്കില്ല. സാരമില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നുന്നത് ഈ ക്രൂഡ് ഓയിലല്ല ഈ സംഭവം, ഇത് ഏവിയേഷൻ ഓയിലാണ്. ഇത് ക്രൂഡ് ഓയിലല്ല. ക്രൂഡ് ഓയിലാണെങ്കിൽ അയ്യോ എൻ്റെ എന്ന് പറഞ്ഞ് നെഞ്ചത്തെറി നിലവിളിച്ച് സീനാക്കി കളയത്. അത് ക്രൂഡ് ഓയിൽ എന്ന് പറയും. അതിനകത്ത് ഭയത്തിന് ഇടമുണ്ട്. യഥാർത്ഥ സ്നേഹത്തിൽ 1 യോഹന്നാൻ 4:18 സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. എൻ്റെ മക്കളെ, ഇതാണൊരു പ്രോബ്ലം. എന്നിട്ട് എന്താണ് 1 യോഹന്നാൻ 4:18 എന്താ പറയണത്? എന്ന് പറഞ്ഞ് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല.
എന്നിട്ട് വചനം വ്യക്തത കൊടുക്കണം. കണ്ട പൂർണ്ണമായ സ്നേഹം പറഞ്ഞേ, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ദൂരീകരിക്കുന്നു. അപ്പോഴേ എപ്പോഴാണ് ഈ ഭയം കുറഞ്ഞ് വരണത്? പൂർണ്ണമായ സ്നേഹമെന്ന് പറഞ്ഞ ഒരു ആശയമുണ്ട്. എന്താണ്? ദൈവത്തെ നമുക്ക് ഭാഗികമായി സ്നേഹിക്കാം, അതേസമയം അതുപോലെ ദൈവത്തെ സ്നേഹിക്കാം, അതുപോലെ അമ്മനെ സ്നേഹിക്കാം, അപ്പനെ സ്നേഹിക്കാം. ഷെയ്ഡ് ലവ് ഉണ്ടാവും. ഷെയ്ഡ് ലവ് ദൈവത്തിന് അറിയാം ഇത് കാപട്യമുണ്ടെന്ന്. എന്നോട് പറഞ്ഞത് കാപട്യമെന്നാണ് പറഞ്ഞത്. ഭയമെന്ന് പറഞ്ഞതിന് പകരം കാപട്യമെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ വചനം ഉണ്ടാകാൻ ചോദിച്ചതിൻ്റെ കാരണം അതാണ്. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയത്തിന് ഇടമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ കാപട്യമുണ്ടെന്ന് അർത്ഥം. ഇറ്റ് ഈസ് ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ വന്നാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം. ഞാൻ ഇന്നലെ എൻ്റെ ഈ പട്ടത്തിൻ്റെ 23 തീയതി ഇന്നലെ പട്ടത്തിൻ്റെ 39ാമത്തെ വർഷത്തിലേക്കുള്ള പ്രാർത്ഥനയായിരുന്നു ഇവിടെ നടന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്ന പരിശുദ്ധാത്മ തന്ന ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ദൈവം കഴിഞ്ഞാൽ സെക്കൻഡ് സ്ഥാനം ആർക്കാണ്? ആർക്കുമില്ല, അവിടെ ബ്ലാങ്കാണ്. തേർഡ് സ്ഥാനം ആർക്കാണ്? ആർക്കുമില്ല, ബ്ലാങ്കാണ്. ഞാൻ 16 വരെ എണ്ണിയിട്ട് ആർക്കുമില്ല. നിങ്ങളെത്ര എണ്ണണ്ട കേട്ട, ഭർത്താവ് ചിലപ്പോൾ പടരുകിരിക്കും. അതെന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ട്, അതായത് നമ്മൾക്ക് ഈ ഭക്തി കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കുറേ ദിവസങ്ങളുണ്ടാവും. അത് അവരത് ഇത്തിരി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതം കൊണ്ടോ നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ വിശ്വാസം കൊണ്ടോ നമുക്കോ ദൈവത്തിനോ ഒരു പ്രയോജനമില്ല. ആൻഡ് ഇറ്റ് ഈസ് എ വേസ്റ്റ്. ഇതൊരു വേസ്റ്റാണ്. പ്രാർത്ഥന ഒരു വേസ്റ്റാണ്, വിശ്വാസം ഒരു വേസ്റ്റാണ് എന്ന് തോന്നണ കുറേ സീറോ ഹവേഴ്സ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുണ്ടാവും. എന്തോന്നിനാണ് പ്രാർത്ഥിക്കണത്, പ്രാർത്ഥിച്ചിട്ട് എന്നാ ഉണ്ടാക്കി, എന്താ ഉണ്ടായി, എന്ത് കാര്യം, അങ്ങനെ നമുക്ക് തന്നെ തോന്നും. ആരോടും പറയത്തില്ല. നമ്മൾ പുറത്ത് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം പോകും. അത് കാരണം നമ്മൾ പറയത്തില്ല. പക്ഷെ നമുക്ക് തോന്നുന്നു, അയ്യോ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു ഗതി പിടിക്കണില്ല, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു ഗതി പിടിക്കണില്ല. ഇതാണ് 0 അവർ എന്ന് പറഞ്ഞത്. ഈ 0 അവറിൽ അതായത് പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല, വിശ്വസിച്ചിട്ടും വലിയ കഥയൊന്നുമില്ല, എന്തോന്നതിനാണ് ഇതൊക്കെ ചെയ്യണത്, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയമില്ലേ? ഞാൻ ചില സമയത്ത് ആൾക്കാരോട് ചോദിക്കുകയെ, നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ നിങ്ങളുടനെ മൊബൈൽ തെളിക്കുമെന്ന് പറയും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ മൊബൈലില്ലെന്ന് വിചാരിച്ചോ, നമ്മുടെ തീപ്പെട്ടിക്കാലാണെന്ന് വിചാരിച്ചോ, ഇപ്പോൾ മൊബൈൽ തെളിക്കണമെങ്കിൽ നമ്മൾ മൊബൈൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കാണത്തില്ലല്ലോ. അത് പല സ്ഥലത്ത് വെക്കും നമ്മൾ. ഇത് കറണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ദൈവമേ മൊബൈൽ എവിടെയാണ് വെച്ചത്. ഞാനിപ്പോൾ കൊച്ചച്ഛൻ്റെ മൊബൈലെടുത്ത് കപ്പേറിന് കൊടുത്തു. പക്ഷേ മൊബൈൽ അവിടെ അങ്ങോട്ട് വെച്ചുകൊണ്ട് പോയിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്ഥലത്ത് മൊബൈൽ വെക്കണ സ്ഥലം നമ്മൾ മറന്നു പോകും. അപ്പോൾ നമ്മൾക്ക് കറണ്ട് വന്നാൽ ഈ മൊബൈലിൽ ലൈറ്റ് തെളിക്കാമെന്ന് വിചാരിച്ചാൽ, അപ്പോൾ നമ്മൾ ഇരുട്ടത്ത് നിന്നുകൊണ്ട് എവിടെയാണ് മൊബൈൽ വെച്ചത്, എവിടെ കട്ടിൻ്റെ അടിയിലാണോ, കറണ്ട് തലയുടെ അടിയിലാണോ വെക്കണത്, അലമാരുടെ മുകളിലാണ്, എവിടെയാണ് മേശപ്പുറത്തായിരിക്കാം, എവിടെ ഒക്കെ കൺഫ്യൂഷനായിപ്പോയി. ഈ കേസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചോ. നിങ്ങൾ വീട്ടിലാണെങ്കിൽ പക്ക പവർ കട്ട്, തരിമ്പ് വെളിച്ചമില്ല, നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ മൊബൈൽ ഇരിക്കണത് കട്ടിലല്ല മേശപ്പുറത്താണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പല സ്ഥലത്താണ് ഇരിക്കണത്. മേശപ്പുറമുണ്ട്, കട്ടിലുണ്ട്, ഇനി അടുക്കളയിൽ തന്നെ നിങ്ങൾ മൊബൈൽ വെക്കണം, നാഴിയുണ്ട്, എവിടെയൊക്കെയാണ്. നിങ്ങൾ ഇരുട്ടത്ത് ഒന്ന് മൂച്ചയുടെ ചിന്തിച്ച് നോക്കിയേ. അത് തന്നെ കട്ടിലേ പോയി ഇരുട്ടിൽ തപ്പി കട്ടിലേ പോയി, അവിടെ ഇല്ല. തപ്പി നോക്കി അവിടെ ഇല്ല. പിന്നെ തപ്പി വന്ന് നമ്മൾ മേശപ്പുറം വന്ന്
വലിപ്പ് നോക്കി, അവിടെ തപ്പി, ആരുമില്ല. അന്ധനാണ്, അന്ധൻ്റെ യാത്രയല്ലേ. പിന്നെ തിരിച്ച് അടുക്കളയിൽ വന്ന് നായിടം നോക്കി, ദൈവമേ എവിടെയെന്ന് ചേർന്നു. അപ്പോഴീ ഈ യാത്ര അവസാനം നിങ്ങൾ മൊബൈൽ കണ്ടെത്തണമെന്ന് കറണ്ട് വരും, അത് വേറെ വിഷയം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഈ മൊബൈൽ വെക്കുന്ന സ്ഥലം വേണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം നിങ്ങളുടെ യാത്രയിൽ, ഈ വീട്ടിൽ നിങ്ങൾ നടന്ന യാത്രയിൽ, വിശ്വാസ യാത്രയെന്ന് പറയണത് വെളിച്ചം ഉണ്ടായപ്പോൾ നടന്നതല്ല, വെളിച്ചമില്ലാഞ്ഞപ്പോൾ നടന്നതാണ്. ഇല്ലാത്തപ്പോൾ, കുടുംബത്തിൽ വെളിച്ചമില്ലാത്തപ്പോൾ വെളിച്ചമുള്ളതുപോലെ നടന്നില്ലേ? ഇതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ വെളിച്ചം മൊത്തം പോവും. അധികം പെട്ടെന്ന് ഇപ്പം ഞാൻ ഹൈ റേഞ്ചിൽ ധ്യാനിപ്പിച്ചപ്പോൾ ചുമ്മാ ഒരു വീട്ടിലാണ് കുർബാന ചൊല്ലിയത്, ഡക്ലസിൻ്റെ. അപ്പോൾ വീട്ടിൽ കുർബാന ചൊല്ലിയപ്പോൾ ശബ്ദം പറയല. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് കുർബാന ചൊല്ലുകയാണ് അവിടെ, മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ഇരുന്ന് കുർബാന ചെല്ലുന്നതിനിടക്ക് ഒരു 4-5 പ്രാവശ്യം കറണ്ട് പോയി. അപ്പോൾ ഞാൻ ഡക്ലസ് വന്നപ്പോൾ ചോദിച്ചു, ഡക്ലസ് അവിടെ ഇരിപ്പുണ്ട്. കുർബാന കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഡക്ലസ് എന്താ എപ്പോഴും കറണ്ട് പോകണില്ല? അപ്പോൾ എന്നോട് രച്ച, ഇത് നിങ്ങളുടെ തീരദേശമല്ല, ഹൈ റേഞ്ചാണ്. ഒരു പോസ്റ്റ് താഴെ ഉണ്ടെങ്കിൽ വേറെ ഒരു പോസ്റ്റ് മുകളിലാണ് കിടക്കുന്നത്, അതിൻ്റെ അടുത്ത പോസ്റ്റ് വേറെ സ്ഥലത്ത് വേറെ ലെവലിലാണ് കിടക്കുന്നത്. ഇതിനിടയ്ക്കൊരു 10,000 മരങ്ങൾ വളർന്നിട്ടുണ്ടാകും. കാറ്റാണെങ്കിൽ എവിടുന്ന് വരും, എങ്ങോട്ട് പോകുമെന്ന് കർത്താവ് പറഞ്ഞ പോലെയുള്ള കാറ്റാണ്. എപ്പോഴും മരത്തെ മുട്ടിയും ടച്ച് വെട്ടാതെയും അവിടെയൊക്കെ കയറി വെട്ടാൻ തന്നെ പാടാ, അത്രയും കഷ്ടമാണ്. ഇങ്ങനെ എപ്പോഴും കറണ്ട് ഇങ്ങനെ മുട്ടി പോകും. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ഹൈ റേഞ്ച് പോലെ ഇരിക്കും. പെട്ടെന്ന് വിശ്വാസത്തിൻ്റെ കറണ്ട് പോകും. ജപ്തി നടപടി വന്നു കഴിയുമ്പോഴുണ്ടാകും, മരുമകൻ വെള്ളമടിച്ച് അടിയുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി, മകൾ അവനുമായിട്ട് കോർത്ത് അവൾ ചോരയും മാറ്റി അവനെ ഉപേക്ഷിച്ച് പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കും. ഇന്നലെയാണ് ജപ്തി നടപടി വന്നത്, ഇന്നലെ കെട്ടിച്ചു വിട്ട ആൾ വീട്ടിൽ വന്നത്. അപ്പോൾ പടുപടാന്ന് ഇങ്ങനെ ഇടിവെട്ടും മിന്നലും ഒക്കെ ഉള്ള കാരണം കറണ്ട് പോയി നിൽക്കും. അപ്പോൾ നമ്മൾ പറയും, കർത്താവേ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമില്ലല്ലോ. അപ്പോൾ ഭർത്താവ് തന്നെ വിളിക്കുന്നത്, നീ ദൈവത്തെ തന്നെയാണ് വിളിക്കണത് പിശാച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ആകപ്പാട് ഈ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളാണ്. നമ്മുടെ പ്രാർത്ഥനയെ ഉപജീവിച്ച് ജീവിക്കണ ജീവിതങ്ങളാണ് മക്കളുടേത്. അമ്മ പ്രാർത്ഥിക്കും എന്ന് ഭാര്യ പ്രാർത്ഥിക്കും എന്ന് ഭർത്താവ് പറയും, മക്കളും പറയും. പക്ഷേ ഇപ്പം അവർക്ക് വിശ്വാസം പോലും പോയി, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പണ്ട് ഞാൻ വള്ളക്കാരുടെ പ്രാർത്ഥന നടത്തുമ്പോൾ, ഇപ്പം വള്ളക്കാരുടെ പ്രാർത്ഥന ഇവിടെ അതിനുള്ള സിറ്റുവേഷൻസ് കുറവാണ്. പണ്ട് അവർക്കൊരു ദിവസം കൊടുക്കുമായിരുന്നു. അപ്പോഴേ ചില വള്ളക്കാർക്ക് പണി കിട്ടത്തില്ല, കുറച്ച് പേർക്കെങ്കിലും പണി കിട്ടാതെ വരും. അപ്പോഴുണ്ട് 2 പ്രാവശ്യം ആ വള്ളത്തിന് പണി കിട്ടിയില്ലെങ്കിൽ ഒരു സമയത്ത് വള്ളത്തിലുള്ള എല്ലാ ആൾക്കാരും വണ്ടി കയറി എൻ്റെ അടുത്ത് വരും. ഞങ്ങളൊരു കാര്യം തിരക്കാൻ വേണ്ടി വന്നതാണ് അച്ഛാന്ന് പറയും. ഞാൻ പറഞ്ഞു, എന്താണ്? ഞങ്ങൾ ഇന്ന ആളെയാണ് വള്ളത്തിൻ്റെ ഇവിടെ ഉള്ള കാര്യം തിരക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് വിട്ടത്. അയാളിവിടെ വരുന്നുണ്ടായില്ലേ? അതാ ഞങ്ങൾ കൊടുക്കണ കാശിന് നിറച്ചിടാതെ അയാൾ വെള്ളം അടിച്ച് വല്ല കലാപരിപാടിക്ക് പോയിരിക്കുകയാണ്. അതാണ് അവരൊന്ന് കാര്യം അറിയാണ്, അച്ഛൻ യേശോന്ന് പറയുന്നത്. അത് അവരുടെ വിശ്വാസം കുറഞ്ഞ്, അതാണ് അതിൻ്റെ കാര്യം. ഇതുപോലെ നിങ്ങൾ കുടുംബത്തിൽ 1 by 1 ആയിട്ട് ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് വരെ ഇത്രയും നാൾ നിങ്ങളിൽ വിശ്വസിച്ചിരുന്ന, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിശ്വസിച്ചിരുന്നവർക്കും പോലും ഒരു ചഞ്ചല പേടി. നീ പ്രാർത്ഥിക്കുക തന്നെയാണ്, അതെങ്ങനെയാണ്? അവിടെ എപ്പോഴും മരുമകളുടെ കടുത്തേക്ക് അറിയുകയില്ലേ? അതാണ് ഭർത്താവ് പറയണത്. അപ്പം നീ പ്രാർത്ഥിക്കാൻ തന്നെയാണ് കൃപാസനത്തിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് തന്നെ പറയും, അവളെ ഉടമ്പടി എടുക്കും, മരുമകളുടെ കടുത്തേക്കിലും കയറും, പിന്നെ എങ്ങനെയാണ് ശരിയാകണത്? അപ്പം നമ്മൾക്ക് ഗ്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഗ്രിപ്പ് പോകുമ്പോൾ നമുക്കറിയാമല്ല, ഒരു സ്ഥലത്ത് നടന്നു പോകുന്ന മറ്റ് പല സ്ഥലത്ത് നടന്നു പോരും. അതാണ് കുഴപ്പം. ഇപ്പം ഭിത്തിയിൽ നമ്മൾ ഒട്ടിച്ചിരിക്കണം, സ്റ്റിക്ക് ചെയ്യിക്കണം, ഒരു അടികേഴ്സി പശ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യിക്കുകയും ഓരോരുത്തർ കയറി പിള്ളേരെങ്ങാനും പറിച്ച നമ്മുടെ കയ്യിരിക്കണ അരയിരിക്കണ കൊച്ച് കർത്താവിൻ്റെ പടത്തേട്ട് കയറി ഒന്ന് പറിച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചാൽ മതി, ബാക്കി ഒട്ടിച്ചിരിക്കണ പല സ്ഥലത്തു നിന്ന് താനേ പറഞ്ഞുകൊണ്ട് പോരൂ എന്ന് പറഞ്ഞ പോലെയാണ്
ഗ്രിപ്പ് ഒരെണ്ണം വിട്ടാൽ പല സ്ഥലത്തും വിട്ടിരിക്കണം. വിശ്വാസത്തിൻ്റെ ഗ്രിപ്പ് ഒരിടത്ത് വിട്ടാൽ പലയിടത്ത് വിടും. ഈ ഇരുട്ടിൻ്റെ കാലം നമ്മൾ ശ്രദ്ധയോടെ നോക്കണം. എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം, കർത്താവേ, എന്തെല്ലാം വിഷയമുണ്ടായാലും ശരി, ഞാൻ നിന്നെ പിരിയത്തില്ല. നീ വേണം എന്നെ എങ്ങനെയും പരീക്ഷിച്ചോ. പക്ഷേ എന്നിട്ട് നിങ്ങൾ എന്നെപ്പോലെ പറയണം, കർത്താവേ, സങ്കടം കൊണ്ടും കാര്യങ്ങൾ അറിയാവുന്ന കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയണത്. പക്ഷേ അവസാനം വരെ നീ മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ. എൻ്റെ അവിശ്വാസത്തെ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിത്യ സ്നേഹമായ നീ വന്നു വാഴണേ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിത്യ സ്നേഹമായ നീ വന്നു വാഴണേ. മർക്കോസ് 9:24. മർക്കോസ് 9:24. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഇവിടെ ഒരു വിഷയം വെച്ചാൽ, വിശ്വാസത്തില് ചില സമയത്ത് ഈ ക്രൂഡ് ഓയിൽ പോലെ അതിൻ്റെ അകത്ത് അവിശ്വാസം ഉണ്ടാകും. സ്നേഹത്തിൽ ക്രൂഡ് ഓയിൽ പോലെ കാപട്യവും ഉണ്ടാകും. ദൈവത്തിൻ്റെ പണി എന്താണ്? ഇത് റിഫൈൻ ചെയ്യുകയാണ് ചെയ്യണത്. വിഷയം വെച്ചാണ് ഇത് റിഫൈൻ ചെയ്യണത്. നമ്മൾ എന്ത് പറഞ്ഞാലും, ഞാൻ ഒത്തിരിയേറെ മനുഷ്യരെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്ത് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ഒരാൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് ദൈവമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഏക്കത്തില്ല, പ്രൂഫ് ചെയ്യാൻ പറയും. അത് ദൈവം സത്യസന്ധമായത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല പ്രാർത്ഥനയും ഡാമേജായി പോണത്. നിങ്ങളിപ്പോൾ ഒരു 100 പ്രാർത്ഥന പ്രാർത്ഥിച്ച് വിചാരിച്ചു, 99 ഡാമേജാണ്. ഡാമേജ് അവസ്ഥ അറിയാമല്ലോ. ദൈവത്തിൻ്റെ പണ്ട് പോലെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത്, ഈ ഊനമറ്റ കുഞ്ഞാടിനെ സ്വീകരിക്കത്തുള്ളൂ. കൊമ്പൊടിയരുത്, കണ്ണ് കോങ്കണ്ണാകരുത്, ചട്ടക്കാലുണ്ടാകരുത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഊനമറ്റ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലേവ്യ 16:8. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിത്യ സ്നേഹമായ നീ വന്നു വാഴണേ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിത്യ സ്നേഹമായ നീ വന്നു വാഴണേ. ഉച്ചത്തിൽ ചെറുപാടാം. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിത്യ സ്നേഹമായ നീ വന്നു വാഴണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. ലേവ്യർ 22:21 മുതലുള്ള തിരുവചനങ്ങൾ. ലേവ്യർ 22:21. ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്. ഇതൊന്നിട്ട് വായിച്ചേ. ലേവ്യർ 22:21.
ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചകളും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്. ഇതാണ് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അതാണ് നമ്മുടെ പ്രാർത്ഥനയായാലും ശരി, അതിൻ്റെ അകത്ത് കാപട്യം ഉണ്ടാവരുത്. വിശ്വാസമായാലും ശരി, അതിൻ്റെ അകത്ത് അവിശ്വാസം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ അപ്പൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. കാര്യം ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് കുറച്ച് അവിശ്വാസമുണ്ട്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതാണ് 9:24 മർക്കോസിൻ്റെ. ഒന്നിന് വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 9:24. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. 23 വായിച്ചേ. 9:23. യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. പിശാച് ബാധിച്ച ഒരു മകൻ്റെ അപ്പനാണ് ഈ വിഷമം. ആ പിശാച് ബാധിച്ച മകനെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരണതാണ്. അപ്പോസ്തലന്മാരടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ ഒത്തില്ല, സുഖപ്പെടുത്താൻ ഒത്തില്ല. അവരുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഈശോ ചോദിക്കണൊരു ചോദ്യമുണ്ട്. എനിക്കിത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമോ? ആ ചോദ്യമാണ്. ഇതെപ്പോഴും എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്. ഈശോ ചോദിക്കണൊരു ചോദ്യമുണ്ട്. എന്താണ്? എനിക്കിത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അയാൾ പറയും, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ ഞാൻ കാറ്റഗിസമൊന്നും പഠിച്ചിട്ടില്ല, ദൈവശാസ്ത്രവും പഠിച്ചിട്ടില്ല, ഞാനിത് ഇതിൻ്റെ പുറത്തുള്ള ആളാണ്. പക്ഷെ നോക്കിയേ, യഹൂദനല്ല അയാൾ യഹൂദനല്ല. അയാൾക്ക് ദൈവവും വചനമൊന്നും ബൈബിളൊന്നും അറിയത്തില്ല. പക്ഷേ ഈ വചനവും ബൈബിളൊന്നും അറിയത്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇവിടെ അക്രൈസ്തവർ ഇത്രയും സാക്ഷ്യം പറയാൻ കാര്യത. അവർക്ക് വചനവും ബൈബിളൊക്കെ അറിയണ കുറവായിരിക്കും, പക്ഷെ അവർക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഈ വിശ്വാസത്തിൽ അയാൾ പറയണത്, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതെന്ത് ചെയ്യണം? എൻ്റെ അവിശ്വാസം നീ പരിഹരിക്കണം. അതായത് അവിശ്വാസം നീ പരിഹരിക്കണം. അല്ലാതെ ഈ ഉള്ള വിശ്വാസം വെച്ചുകൊണ്ട് ഇങ്ങനെ തരാൻ പറഞ്ഞരുത്. ഇപ്പം 40 രൂപ അല്ലെങ്കിൽ 37 രൂപയുടെ അരിക്ക് എൻ്റെ കയ്യിൽ 14 രൂപയുണ്ട്, 1 കിലോ അരി തരാൻ പറഞ്ഞാൽ തരത്തില്ല. അതാണ് വിഷയം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഈ കച്ചവടത്തിൽ വരുന്നൊരു മിസ്റ്റേക്ക് അതാണ്. ഇതിൻ്റെ അകത്ത് ബാക്കി കൂടി റീഫണ്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫെയ്ത്ത് വേണം. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണ്? എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എന്താണ്, അവിശ്വാസം കുറച്ച് കാണും. കാര്യം അവിശ്വാസം കാണുമെന്ന് പറഞ്ഞ കാര്യം സത്യമായ കാര്യം വെച്ചാൽ ഇയാൾ ഒത്തിരി പണി മേടിച്ചിരിക്കുന്ന ആളാണ്. നമ്മൾ ആ 20 മുതലൊന്ന് വായിച്ചേ. 9:20 മുതൽ മർക്കോസിന്റെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഒരു 9:16 തൊട്ട് വായിക്കുക. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അപ്പം ഇയാളുടെ ഈ പിശാച് ബാധൻ അപസ്മാര രോഗിയാണ്. നരമ്പതൊക്കെ ചാടിക്കണ ജന്യ അസുഖം, ഫിക്സൊക്കെ വരുന്ന ആളാണ്. അപ്പം ആ കാലങ്ങളിലെ ജന്യെ ഇതുപോലെ തന്നെ ഈ അപസ്മാരത്തേക്ക് അതിനും പിശാച് ബാധയുടെ ചേഷ്ട കാണിക്കുന്ന കാരണം
ചിലർ പിശാചുബാധയാണ് ധരിച്ചിരുന്നത്. അപ്പോൾ അത് ഇയാളെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരൊക്കെ കാണിക്കും. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കാണിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഇയാൾ അവിശ്വാസം പരിഹരിക്കണമെന്ന് പറയണത്. കാര്യം അപ്പോസ്തലന്മാരുടെ മാത്രമല്ല ഈ കുട്ടിയും കൊണ്ട് വന്നിരിക്കുന്നത്. ക്ഷേത്രങ്ങളെല്ലാം ഇതുപോലെ അനുഗ്രഹപ്പാടുകളെല്ലാം ഈ രോഗം കൊണ്ടുപോയിട്ടുണ്ട് അയാൾ. അതാണ് പ്രശ്നം. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി പണി മേടിച്ചിരിക്കുന്ന കാരണം പല പള്ളികളിൽ പോയിട്ടുണ്ട്, പല നൊവേന നടത്തിയിട്ടുണ്ട്, പല ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടുണ്ട്, സംഭവം നടന്നിട്ടില്ല. അപ്പം നടന്ന് മടുത്തിട്ട് ഇപ്പോഴും ആ മനുഷ്യൻ വിശ്വാസം നിലനിർത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കണം. അയാൾ ചില്ലറപ്പുള്ളിയല്ല. ശരിക്കും പല സ്ഥലങ്ങളിൽ പോയി ഈ രോഗത്തിന് വേണ്ടിയും സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടിയും PR-ന് വേണ്ടിയും IELTS-ന് വേണ്ടിയും വസ്തു വിൽക്കാൻ വേണ്ടിയും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയും കുടുംബസമാധാനത്തിന് വേണ്ടിയും മക്കളുണ്ടാകാൻ വേണ്ടിയും ഒത്തിരി ഇടങ്ങളിൽ പോയി കണ്ട് കേട്ടും തളർന്ന് പോയൊരു മനുഷ്യനാണ് ഇയാൾ. എന്നിട്ട് ഈ മനുഷ്യനിൽ വിശ്വാസം അവശേഷിക്കുകയാണ് ക്രിസ്തുവിനെ കാണുമ്പോൾ. അതുകൊണ്ടാണ് ക്രിസ്തു ഇവനോട് ചോദിക്കണത്, ഇത്രയും ഓടി തളർന്നതല്ലേ, പല അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളിൽ പോയതല്ലേ, അതിൻ്റെ പരിക്കുകൾ വാങ്ങിച്ചതല്ലേ, മനസ്സിടറിയതല്ലേ, നിരാശ വന്നതല്ലേ, പരാജയം തോന്നിയതല്ലേ, ഇപ്പോഴും വിശ്വാസം ഉണ്ടോ എന്ന് പറയുമ്പോൾ അയാൾ സത്യസന്ധമായിട്ട് പറയും, എന്താണ്, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ പരാജയം വാങ്ങിച്ച കാരണം എനിക്കിപ്പോൾ ഒന്നിലും വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ്. അത് തുറന്ന് പറയണം ആ മനുഷ്യൻ. കൈയിട്ടിച്ച് വിശ്വാസം ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ച് കൂടെ നിർത്തണമേ, സ്വന്തമാക്കണമേ. സ്നേഹത്തിൽ പൂനിലാവേ ഇന്നുള്ളിൽ സ്നേഹരാജാവേ ഇന്നെന്നും എന്നുള്ളിൽ സ്നേഹത്തിൽ പൂനിലാവേ എന്നുള്ളിൽ അവിശ്വാസം ഒന്നല്ല, അനുഭവങ്ങളിലൂടെ വന്നിട്ടുള്ള പരാജയങ്ങളാണ് പലപ്പോഴും ഈ അവിശ്വാസത്തിൻ്റെ ഒരു കാരണം. ഇതുവരെ ഒരു അടയാളം കണ്ടിട്ടില്ല. അങ്ങനെ വരും ചിലർക്ക് എന്തുകൊണ്ടാണ് അവിശ്വാസം വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഒരടയാളം അവർ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആവശ്യം. പക്ഷെ അതുകൊണ്ട് എന്താ ചെയ്യണം അവർ തുറന്ന് പറയണം, കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെയുള്ള കാഴ്ച, എൻ്റെ യാത്രയിൽ എനിക്ക് ഒരു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഞാൻ പല സ്ഥലങ്ങളിലും ആശ്രയിച്ചിട്ട് അവിടുന്ന് എനിക്ക് വൃത്തിയിട്ടുള്ള ഒരു ആശ്വാസം ലഭിച്ചിട്ടില്ല. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അവിശ്വാസം പരിഹരിക്കണമേ, അത് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതാണ് ഉടമ്പടിയിൽ. എന്താണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? അവിശ്വാസം പരിഹരിക്കണമേ. ഈ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് നമ്മൾ നാക്കുകൊണ്ട് പട്ടിക പറയണതിന് പകരം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യേണ്ടത്? പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇതിനൊക്കെ എല്ലാം ഒരു ടിപ്പുകൾ തരിക നിങ്ങൾക്ക്. എന്നുവെച്ചാൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ഉടമ്പടിയിലുള്ള എല്ലാം വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ലേ? അപ്പോൾ അവിശ്വാസം പരിഹരിക്കേണ്ടത് അങ്ങനെയാണ്.
അല്ലാതെ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് 101 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ടേക്ക് ദ ബെഡ് ഫോർ യാക്കോബ് 2:13 വിശ്വാസം പ്രവൃത്തികളെ നീതീകരിക്കപ്പെടുന്നു. യാക്കോബ് 2:24 സോറി. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, പറഞ്ഞേ, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. ഇതാണ് പ്രശ്നം. അപ്പൊ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 1001 പ്രാവശ്യം അവിശ്വാസം പരിഹരിക്കണമേ അങ്ങനെ ഞങ്ങളെല്ലാം 2 ചെമ്പരത്തി പൂ കൊടുത്ത് ചെവി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വട്ടാളെങ്കിലും ധരിച്ചോളൂ, വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം വിശ്വാസം പരിഹരിക്കപ്പെടുന്നത് നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തി വഴിയാണ്. അതുകൊണ്ടാണ് യാക്കോബ് 2:24 നമ്മൾ വായിച്ചത്. എന്താണ്? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. പറഞ്ഞ്, വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. മനസ്സിലായില്ലേ? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അപ്പം അവിശ്വാസം പരിഹരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ? സ്വരത്തി പറ. നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അല്ല, നാക്കിൻ്റെ അടുത്തൊരു കാര്യമില്ലെന്ന് നടത്താം. മനസ്സിലായില്ലേ? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു വിഷയം, ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്ന അവരുടെ പേരെന്നാ? മിനി ജോസഫ് മണലിത്തറ എവിടെ സ്ഥലം? ചന്ദ്രല, തൃശ്ശൂർ. അപ്പം മിനി ജോസഫിൻ്റെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പം മിനി ജോസഫ് ഇവിടെ വരുമ്പോൾ, മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ 4 രോഗങ്ങളാണ് ക്യാപിറ്റൽ ഡിസീസ്. എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, 1 പാർക്കിൻസൺസ്, കൈയും കാലും വിറച്ചോണ്ടേയിരിക്കും. പിന്നെ എന്താണ്? സ്പോണ്ടിലോസിസ്, പിൻകഴുത്തിൻ്റെ കുഴവെട്ടി രോഗങ്ങളുണ്ടായിരിക്കും. പിന്നെ അവർക്കുണ്ടായത് ഒരു അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. അപ്പോൾ എത്രയായി? പിന്നെ 4ാമത്തെ രോഗം എന്താണ്? ഒരു സ്ട്രോക്ക് വന്ന ആൾ. അറ്റാക്കല്ല, ഒരു സ്ട്രോക്ക് വന്ന ആളാണ്. 4ാമത്തത് ഇവർക്ക് ഇയർ ബാലൻസ് പോയ ആളാണ്. സംസാരിക്കുമ്പോൾ ടക്ക്. അപ്പോൾ എന്തൊരു ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ 4 ഡിസീസിന് ജീവിക്കാൻ പറ്റത്തില്ല. ഇതിൽ 4 ഒരെണ്ണം വന്നാൽ ജീവിക്കാൻ പാടാണ്. ഈ 4 ഡിസീസ് ഉള്ള ആളാണ്. കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷിയാണ്. അപ്പീരുണ്ട് 15,000 കണ്ടിട്ടുള്ള ആൾക്കാർ. അതെന്നാ കാര്യം അറിയത്തില്ല. ഗംഭീര ലോകോത്തര സാക്ഷ്യങ്ങളാണ് മാതാവ് ചെയ്യണത്. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാത്തത് കൊണ്ടാണ് ആൾക്കാർ കാണാത്തത്. അതിൻ്റെ കുറ്റം നിങ്ങളുടെ കയ്യിൽ വരും അവസാനം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാമറാമാനെ എടുത്ത് ഇത് ഒപ്പിയെടുത്ത് എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യണമെങ്കിൽ എഡിറ്റിംഗ് സ്യൂട്ട് വേണം. അതിന് 8 ലക്ഷമോ 9 ലക്ഷം രൂപയാണ് എഡിറ്റിംഗ് സ്യൂട്ടിൻ്റെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ദൈവവചനം തരുമ്പോൾ നിങ്ങൾക്ക് ചുമ്മാ കൈകൊണ്ടൊന്ന് തൊട്ടാൽ മതി, അപ്പം ഷെയറാകും. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങളുടെ അവിശ്വാസം പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും വഴി എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഒരു ബട്ടൺ കുത്തുവെച്ച് കൊടുത്താൽ മതി. ആ സാധനം എല്ലാവർക്കും കിട്ടും. എന്നിട്ട് ആ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിശ്വാസം പരിഹരിക്കും. നിങ്ങളെന്താണ്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. പ്രാർത്ഥിക്കുക, കർത്താവേ അവിശ്വാസം പരിഹരിക്കാൻ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ.